നമസ്കാരം, ദിസ് ഇസ് സഫ്ലീന. ഇനി പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പേഴ്സണാലിറ്റിയെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ്, എനിക്കൊരിക്കലും തെറ്റ് സംഭവിക്കില്ല എന്ന് പിടിവാശി പിടിക്കുന്ന, അരഗൻസ് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയുള്ള ആളുകൾ. അവരെ നമുക്ക് ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പേര് വിളിക്കാം. സോ നിങ്ങൾ ഒരു ഈഗോ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിന്റെ ഉള്ളിൽ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഹാവിങ് ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റി. മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണെന്ന് ഒരു പ്രൂഫും കൂടാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഈഗോ ഉണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ മിസ്റ്റേക്സുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ തിരിച്ച് നിങ്ങൾ ഭയങ്കര അഡമന്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ യു ആർ ഹാവിങ് ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റി. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഞാനാണ് ഇവിടെ ഏറ്റവും വലുത്, മറ്റുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നിങ്ങൾ തീർത്തും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഹാവിങ് ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റി. ഈ ഈഗോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു ക്രിറ്റിസിസമോ ചെറിയൊരു ഫീഡ്ബാക്ക് പോലും നിങ്ങളുടെ ഉറക്കം തന്നെ കളഞ്ഞേക്കും. അതായത് നിങ്ങളുടെ കൊളീഗോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നീ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നീ അതൊന്ന് തിരുത്തണം എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞാലും ആ ഒരു വാക്ക് പോലും നിങ്ങളുടെ ആഴ്ചകളോളം ഉറക്കം കളയും. അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലിട്ട് വളർത്തി അതിനെ വലുതാക്കി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഹാവിങ് എൻ ഈഗോ ഇൻ യുവർ മൈൻഡ്. സോ ഇത്തരം ഈഗോ ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഫ്രണ്ട്സിലായാലും ഫാമിലിയിലായാലും കൊളീഗ്സിന്റെ ഇടയിലായാലും അവർക്ക് ഒരിക്കലും ഒരു ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അധികകാലം കൊണ്ടുപോകാൻ കഴിയില്ല. അവർക്കിടയിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് വരും. സാവധാനം അവിടെ ഒരു ബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡിസ്കഷൻസ് പോലും ചിലപ്പോൾ ആർഗ്യുമെന്റ്സിലേക്ക് എത്തും. ഒരു തരത്തിലുള്ള കോംപ്രമൈസും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ബിക്കോസ് ഓഫ് യുവർ ഈഗോ. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈഗോ ഉള്ള ആളാണെന്ന് അർത്ഥം. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പുകളിൽ നമ്മുടെ ഫാമിലിക്കുള്ളിലായാലും കൊളീഗ്സിനുള്ളിലായാലും ഒക്കെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരുപാട് തർക്കങ്ങൾക്ക് ഇടയാവാനുള്ള ചാൻസ് ഉണ്ട്. എത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കാൻ കുറച്ച് പേടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനോ അത് ഇംപ്രൂവ് ചെയ്യാനോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസോ ഇല്ലാതാകും. അതേസമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഓൾവേസ് വാലിഡേറ്റ് ചെയ്യണമെന്നും റെക്കഗ്നൈസ് ചെയ്യുന്നതും നിങ്ങൾ വളരെ നല്ലവരാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്കിടയിലുള്ള റിലേഷൻസ് മുന്നോട്ട് പോകുന്നതാണ്. സോ നേരത്തെ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും വെച്ച് നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഈഗോ ഉള്ള ആളുകളായിട്ടാണ് നിങ്ങൾ ഇടപഴകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല, അവരുടെ ഈഗോ നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും തോറ്റു തരില്ല. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, അവർ പറയുന്ന എന്ത് വിഡ്ഢിതരമായാലും തലകുലുക്കി കേട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ അവരെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിത്ത് ഫുൾ പ്രൂഫ് മാത്രം അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഈഗോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു ബിഹേവിയർ ആണ്. നേരത്തെ പറഞ്ഞ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെല്ലെ മെല്ലെ അതിൽ നിന്നും ഒഴിവാകാൻ ശ്രമിക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അവെയർ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ നെഗറ്റീവ് ആണെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അവർ പറയുന്നതും ശരിയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങളല്ല ശരി, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ, ഒരു കേൾക്കാനുള്ള ഒരു മര്യാദ കാണിക്കുക. അതെല്ലാം നിങ്ങളുടെ ഈഗോ, അതായത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാഗത്ത് പിഴവ് പറ്റിയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, സ്ട്രോങ്ങസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഞാൻ തന്നെയാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരല്ല. എനിക്കും തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്, മറ്റുള്ളവരും നമ്മളെക്കാൾ കഴിവുള്ള ആളുകളുണ്ടെന്നും അവരെ കേൾക്കാനും അംഗീകരിക്കാനും കൂടെ കഴിവുള്ള ആളുകളായിരിക്കും. സോ അത്തരം കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചിന്ത വളർത്തിയെടുത്താൽ മാത്രമാണ് നമുക്കൊരു ഗ്രോത്തും നമുക്കൊരു സക്സസും ഉണ്ടാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈഗോ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ സൈലന്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്.
അതേസമയം അതുകൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രൈ ടു അവോയ്ഡ് യുവർ ഈഗോ ആൻഡ് ലിവ് ഹാപ്പിലി. താങ്ക് യു.